പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ക്ലാസ് 7ലെ സയൻസ് ചാപ്റ്റർ 4 പാർട്ട് 2 ആണ്. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കാണാത്തവർ ആ വീഡിയോ ദയവായി കാണുക. അപ്പോൾ നാം പറഞ്ഞുകൊണ്ടിരുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് ഹീറ്റ്. ഇതിൻ്റെ പാർട്ട് 1ൽ വിവിധ തരത്തിലുള്ള തെർമോമീറ്റേഴ്സിനെ കുറിച്ചും എന്താണ് ടെമ്പറേച്ചർ എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എങ്ങനെയെല്ലാം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്ന് പഠിക്കാം. ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഓൾവേസ് ടേക്സ് പ്ലേസ് ഫ്രം ഹോട്ട് ഒബ്ജക്ട്സ് ടു എ കോൾഡ് ഒബ്ജക്റ്റ്. ചൂടുള്ള ഒരു വസ്തുവിൽ നിന്നും തണുത്ത ഒരു വസ്തുവിലേക്കാണ് എപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. കണ്ടക്ഷൻ, എന്താണ് കണ്ടക്ഷൻ എന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം എ ഹോട്ട് ഒബ്ജക്റ്റ് ടു എ കോൾഡ് ഒബ്ജക്റ്റ് ഈസ് കോൾഡ് കണ്ടക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ചൂടുള്ള ഒരു വസ്തുവിൽ നിന്നും തണുത്ത ഒരു വസ്തുവിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. സം ഒബ്ജക്ട്സ് ക്യാൻ കണ്ടക്ട് ഹീറ്റ് വൈൽ അതേഴ്സ് കനോട്ട്. എന്നാൽ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഇതുപോലെ കണ്ടക്ഷൻ എന്ന പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുകയില്ല. ചില വസ്തുക്കൾ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നു, ചില വസ്തുക്കൾ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തേതാണ് കണ്ടക്ടേഴ്സ്. ദ ഒബ്ജക്ട്സ് ദാറ്റ് ക്യാൻ അലൗ ദ ഹീറ്റ് ടു ഫ്ലോ ത്രൂ ദം ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഭാഗത്ത് നിന്നും മറ്റേ ഭാഗത്തേക്ക്, അതായത് ചൂടുള്ള ഭാഗത്ത് നിന്നും തണുത്ത ഭാഗത്തേക്ക് ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന വസ്തുക്കളെ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ ആണ് മെറ്റൽസ്. ഓൾ മെറ്റൽസ് ആർ വെരി ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് സച്ച് ആസ് കോപ്പർ ആൻഡ് അലുമിനിയം. എക്സാമ്പിൾ. Then what is insulators? കണ്ടക്ടേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻസുലേറ്റേഴ്സ്. The objects that do not allow the flow of heat from them are called insulators. ആ വസ്തുവിലൂടെ ഹീറ്റ് കടത്തി വിടാത്ത പദാർത്ഥങ്ങളെയാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് വുഡ്, പ്ലാസ്റ്റിക് എന്നിവ. അപ്പോൾ എന്താണ് കണ്ടക്ഷൻ എന്ന് മനസ്സിലായില്ലേ? ചൂടുള്ള ഒരു പദാർത്ഥത്തിൽ നിന്നും തണുത്ത ഒരു പദാർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ തന്നെ ചൂടുള്ള ഭാഗത്ത് നിന്നും തണുത്ത ഭാഗത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ചെയ്യുന്ന വസ്തുക്കളെ കണ്ടക്ടേഴ്സ് എന്നും കണ്ടക്ഷൻ നടക്കാത്ത പദാർത്ഥങ്ങളെ, വസ്തുക്കളെ ഇൻസുലേറ്റേഴ്സ് എന്നും പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. നമ്മൾ ഈ പറഞ്ഞ കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ഫിഗേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മെറ്റൽസ് കോപ്പർ, അലുമിനിയം, ഗോൾഡ്, അയേൺ എന്നിവയെല്ലാം കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. റൈറ്റ് സൈഡിൽ വുഡ്, പ്ലാസ്റ്റിക്, സ്റ്റൈറോഫോം, തെർമോകോൾ തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കാം, കൺവെക്ഷൻ. The transfer of heat in liquids and gases is called convection. അപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ടേക്സ് പ്ലേസ്, നടക്കുന്നത് എന്തിൽ മാത്രമാണ്? സോളിഡ്സിൽ മാത്രമാണ് കണ്ടക്ഷൻ നടക്കുന്നത്. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ, ലിക്വിഡിലെയും ഗ്യാസസിലെയും ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സോളിഡിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടക്ഷൻ, ലിക്വിഡിലും ഗ്യാസിലുമുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. The molecules of the liquid or gases that are near the source of heat get heated first. ഇനി നമ്മൾ ഒരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം എടുത്തത് ഹീറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തീയുടെ ഏറ്റവും അടുത്ത ഭാഗത്തുള്ള വാട്ടർ മോളിക്യൂൾസ് ആണ് ആദ്യം ഹീറ്റ് ആകുന്നത്, ആദ്യം ചൂടാകുന്നത്. Then they become lighter due to the heat and move upwards. ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ, പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവ വെയിറ്റ് കുറയുന്നു. ദേ ബിക്കം ലൈറ്റർ. അതിനാൽ തന്നെ അവ മുകൾ ഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ദ കോൾഡർ പാർട്ടിക്കിൾസ് ബീയിങ് ഹെവിയർ ടേക്സ് പ്ലേസ് ആൻഡ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ് അണ്ടിൽ ദ ഹോൾ ലിക്വിഡ് ഓർ ദ ഗ്യാസ് ഗെറ്റ്സ് ഹീറ്റഡ്. അപ്പോൾ പെട്ടെന്ന് ചൂടായ വസ്തുക്കൾ ഭാരം കുറഞ്ഞ് വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഏത് മോളിക്യൂൾസ് ആയാലും അത് മുകൾ ഭാഗത്തേക്ക് പോവുകയും
കൂടുതൽ തണുത്ത പാർട്ടിക്കിളുകൾ വെയിറ്റ് കൂടിയവ ആയതിനാൽ താഴേക്ക് വരികയും ചെയ്യുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഏതുവരെ? ആ ബീക്കറിൽ എടുത്തിരിക്കുന്ന വാട്ടർ മോളിക്യൂൾ, നമ്മൾ എക്സാമ്പിൾ ആയിട്ടാണ് വാട്ടർ മോളിക്യൂൾ പറഞ്ഞത്, ആ വാട്ടർ മോളിക്യൂൾസ് കംപ്ലീറ്റ്ലി ഹീറ്റ് ആകുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ദാറ്റ് ഈസ് വൈ ഏരിയ above the flame of a candle always feels hot, but the area on the sides of the candle does not. ഈ സെയിം റീസൺ കൊണ്ടിട്ടാണ് നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് നേരെ മുകളിൽ മാത്രം നമുക്ക് അനുഭവപ്പെടുന്നത്, അതിൻ്റെ വശങ്ങളിൽ സൈഡിൽ നമുക്ക് ഹീറ്റ് അനുഭവപ്പെടാത്തത് ഈ കൺവെക്ഷൻ കൊണ്ടിട്ടാണ്. അപ്പോൾ ഗ്യാസസിലും ലിക്വിഡ്സിലും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് കൺവെക്ഷൻ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു ചിത്രമാണ്. ഇതിൽ ഒരു കെറ്റിലാണ് നമ്മൾ വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ എന്ത് മോളിക്യൂൾസ് ആയാലും എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അത് ഹീറ്റ് ചെയ്യുമ്പോൾ താഴെയുള്ള മോളിക്യൂൾസ് പെട്ടെന്ന് ഹീറ്റപ്പ് ആവുകയും ഭാരം കുറഞ്ഞ് അവ മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് ആ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് വാം മോളിക്യൂൾസ്. ഇതിനനുസരിച്ച് മുകൾ ഭാഗത്തുള്ള ഹീറ്റ് കുറഞ്ഞ മോളിക്യൂൾസ്, അവയ്ക്ക് ഭാരം കൂടുതലായിരിക്കും, അവ താഴേക്ക് വരുന്നു. അവയാണ് കോൾഡ് മോളിക്യൂൾസ്, ഒരു ബ്ലൂ കളറിൽ ആരോ മാർക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ അവ താഴേക്ക് വരുമ്പോൾ ഹീറ്റ് കൊണ്ടിട്ട് ലൈറ്റർ ആവുകയും മുകളിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഏതുവരെ? നമ്മൾ എടുത്തിരിക്കുന്ന മോളിക്യൂൾസ് കംപ്ലീറ്റ്ലി ഹീറ്റപ്പ് ആകുന്നത് വരെ. ഈ പ്രോസസ്സിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് റേഡിയേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് in the form of waves. വേവ്സിന്റെ രൂപത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ സൺസ് ഹീറ്റ് റീച്ചസ് ദ എർത്ത് സർഫസ് ത്രൂ റേഡിയേഷൻ. സൂര്യനിൽ നിന്നും ചൂട് ഭൂമിയിലേക്ക് എത്തുന്നത് വേവ്സിന്റെ ഫോമിലാണ്. ഇത് റേഡിയേഷന് എക്സാമ്പിൾ ആണ്. മലയാളത്തിൽ വികിരണം എന്ന് പറയുന്നു. അപ്പോൾ സൺ റേഡിയേഷൻ, സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചൂടെത്തുന്നത് റേഡിയേഷൻ വഴിയാണ്. A very hot object radiates some heat into the environment. ഏത് ചൂടുള്ള വസ്തുവും കുറച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് എൻവയോൺമെൻറ്റിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൂടായിരിക്കുന്ന ഏതൊരു വസ്തുവും അറ്റ്മോസ്ഫിയറിലേക്ക് എൻവയോൺമെൻറ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഏതുവഴി? റേഡിയേഷൻ വഴി. ഹെൻസ് മെനി ടൈംസ് ആൻ ഒബ്ജക്റ്റ് ഗെറ്റ്സ് ഹീറ്റഡ് ജസ്റ്റ് ബൈ ബീയിങ് നിയർ ടു എ ഹോട്ട് ഒബ്ജക്റ്റ്. ഇതുകൊണ്ടാണ് നമ്മൾ ചൂടുള്ള ഒരു വസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് മറ്റൊരു വസ്തു വെച്ച് കഴിഞ്ഞാൽ, ടച്ച് ഇല്ലാതെ തന്നെ, സ്പർശനമില്ലാതെ തന്നെ വെച്ച് കഴിഞ്ഞാലും അവയ്ക്ക് നമുക്ക് അല്പം ചൂട് ഫീൽ ചെയ്യുന്നത് ഈ റേഡിയേഷൻ മൂലമാണ്. അപ്പോൾ അവിടെ കോണ്ടാക്റ്റ് വേണമെന്നില്ല. അപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഈ എക്സാമ്പിൾ റേഡിയേഷന് എക്സാമ്പിൾ ആണ്. നമ്മൾ ഒരു വിറക് കത്തിക്കുമ്പോൾ ആ കത്തുന്നതിൽ നിന്നും ഹീറ്റ് നമ്മളതിൽ ടച്ച് ചെയ്യണമെന്നില്ല, അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഹീറ്റ് ഫീൽ ചെയ്യുന്നു. കാരണം എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇൻ ദ ഫോം ഓഫ് വേവ്സ് ഈസ് കോൾഡ് റേഡിയേഷൻ. അപ്പോൾ ഇത് റേഡിയേഷന് എക്സാമ്പിൾ ആണ്. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സോളിഡിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ലിക്വിഡിലും ഗ്യാസിലുമുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ ഫോം ഓഫ് വേവ് ആണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു, വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. എന്താണെന്ന് നമുക്ക് പഠിക്കാം ഓരോന്നും. ആദ്യമായി സീ ബ്രീസ്. ദ വിൻഡ് ബ്ലോയിങ് ഫ്രം ദ സീ ടുവേർഡ്സ് ദ ലാൻഡ് ഈസ് കോൾഡ് സീ ബ്രീസ്. അപ്പോൾ കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ കടൽ കാറ്റ് എന്ന് പറയുന്നു. ഇനി അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദ ഡേ ടൈം ദ ലാൻഡ് ഇൻ ദ കോസ്റ്റൽ ഏരിയ ഗെറ്റ്സ് ഹീറ്റഡ് ഡ്യൂ ടു ദി സൺസ് റേഡിയേഷൻ. രാവിലെ സമയത്ത് ഡേ ടൈമിൽ സൂര്യനിൽ നിന്നുള്ള റേഡിയേഷൻ മൂലം ലാൻഡ് ഏരിയ, കോസ്റ്റൽ ഏരിയയിലുള്ള ലാൻഡ് പെട്ടെന്ന് ചൂട് പിടിക്കുന്നു. ദ സീ ഓൾസോ ഗെറ്റ്സ് ഹീറ്റഡ്. ഇതിൻ്റെ ഒപ്പം തന്നെ കടൽ ഭാഗവും കടലും ചൂട് പിടിക്കുന്നുണ്ട്. ഹവവർ ഇറ്റ് ടേക്സ് മോർ ടൈം ടു ഗെറ്റ് ഹീറ്റഡ് അപ്പ് ദാൻ
ദ ലാൻഡ്. എന്നാൽ ലാൻഡ് ഏരിയ ചൂട് പിടിക്കുന്ന അത്രയും വേഗത്തിൽ കടൽ ചൂട് പിടിക്കുന്നില്ല. ഹെൻസ് ദ എയർ എബവ് ദ ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റർ ദാൻ ദ എയർ എബവ് ദ സീ. അതിനാൽ തന്നെ ലാൻഡ് ഏരിയയ്ക്ക് മുകളിലുള്ള എയർ പെട്ടെന്ന് ചൂടാവുകയും കടൽ ഭാഗത്തിന് മുകളിലുള്ള എയർ പയ്യെ ചൂടാവുകയും ചെയ്യുന്നു. ദ ഹോട്ട് എയർ ഫ്രം ദ ലാൻഡ് റൈസസ് എബവ് ആസ് ഇറ്റ് ഈസ് ലൈറ്റർ ആൻഡ് ദ കൂൾ എയർ ഫ്രം ദ സീ ബീയിങ് ഹെവിയർ ടേക്സ് ഇറ്റ്സ് പ്ലേസ്. നമ്മൾ കൺവെക്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു ചൂടായ മോളിക്യൂൾസിന്റെ ഭാരം കുറയുകയും അവ മുകളിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ലാൻഡ് ഏരിയയിലെ എയർ ആണ് പെട്ടെന്ന് ചൂടാകുന്നത്. ഈ ഭാഗത്തുള്ള എയർ ലൈറ്റായി വെയിറ്റ് കുറഞ്ഞ് മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. ഈ ഭാഗത്തേക്ക് കടലിൻ്റെ മുകളിലുള്ള വെയിറ്റ് കൂടിയ എയർ വരുന്നു. ഇതിനെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് വിളിക്കുന്നത്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഡേ ടൈമിൽ രാവിലെ സമയത്ത് കരഭാഗം പെട്ടെന്ന് ചൂട് പിടിക്കുന്നു. സൂര്യൻ്റെ റേഡിയേഷൻ മൂലം കടൽ ഭാഗം പയ്യെയാണ് ചൂട് പിടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ചൂട് പിടിക്കുന്ന കരഭാഗത്തുള്ള എയറുകൾ ലൈറ്ററായി മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. എന്നാൽ കടൽ ഭാഗത്തുള്ളവ പയ്യെ ചൂട് പിടിക്കുന്നത് കൊണ്ട് അവ ലൈറ്ററായി മുകളിലേക്ക് ഉയർത്തപ്പെടുന്നില്ല, ഹെവിയർ തന്നെയായിരിക്കും. ആ ഹെവിയർ ആയിട്ടുള്ള കടലിൻ്റെ മുകളിലുള്ള എയർ മോളിക്യൂൾസ് കരയിലേക്കുള്ള ഭാഗത്തേക്ക് വീശുന്നു. ഈ കാറ്റിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എയറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. കടലിൽ നിന്നും കരയിലേക്കുള്ള എയറിൻ്റെ മൂവ്മെൻ്റ് ആണ് സീ ബ്രീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നാം ഇപ്പോൾ പറഞ്ഞ ഈ സീ ബ്രീസിൻ്റെ ഒരു ഫിഗറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്നും വ്യക്തമാവും ഡേ ടൈമിൽ സൂര്യനിൽ നിന്നുള്ള റേഡിയേഷൻ മൂലം ലാൻഡ് ഏരിയ പെട്ടെന്ന് ചൂടാകുന്നു. ആ ചൂടായ എയർ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. എന്നാൽ കടൽ അപ്പോഴും തണുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അത്രയും അധികം ചൂടാകുന്നില്ല. അതിനാൽ തന്നെ അവിടെ ധാരാളം ഹെവിയർ ആയിട്ടുള്ള എയർ മോളിക്യൂൾസ് ഉണ്ടാകും. ആ എയർ കടലിൽ നിന്നും കരയിലേക്ക് വീശുന്നു. ഇതാണ് സീ ബ്രീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സീ ബ്രീസ് ഉണ്ടാകുന്നത് ഡേ ടൈമിലാണ്, ഓർത്ത് വെക്കുക. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലാൻഡ് ബ്രീസ്, കരക്കാറ്റ് എന്നറിയപ്പെടുന്നത്. ദ വിൻഡ് ബ്ലോയിങ് ഫ്രം ദ ലാൻഡ് ടുവേർഡ്സ് ദ സീ. കടലിലേക്ക് കരയിൽ നിന്നും വീശുന്ന കാറ്റാണ് ലാൻഡ് ബ്രീസ് എന്നറിയപ്പെടുന്നത്. ഡ്യൂറിംഗ് ദ നൈറ്റ് ടൈം ദ ലാൻഡ് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ് ഗെറ്റ്സ് കൂൾ ഡൗൺ ഫാസ്റ്റർ ദാൻ ദ സീ. അപ്പോൾ ലാൻഡ് ബ്രീസ് ഉണ്ടാകുന്നത് നൈറ്റ് ടൈമിലാണ്. ഈ നൈറ്റ് ടൈമിൽ നമ്മുടെ കരഭാഗം കടൽ ഭാഗത്തേക്കാൾ പെട്ടെന്ന് തണുക്കുകയും ദെൻ ദ എയർ എബവ് ദ സീ ഈസ് ഹോട്ടർ ദാൻ ദ എയർ എബവ് ദ ലാൻഡ്. കടൽ പയ്യെ തണുക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ചൂട് കൂടിയ മോളിക്യൂൾസ് എവിടെയാണ് ഉണ്ടാവുക? കടലിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ കടലിൻ്റെ മുകളിലുള്ള എയർ മോളിക്യൂൾസ് ലൈറ്ററായി പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഉയർത്തപ്പെടുകയും ആ ഭാഗത്തേക്ക് കരയിൽ നിന്നുള്ള ഹെവിയർ മോളിക്യൂൾസ് വരികയും ചെയ്യുന്നു. ഇതിനെയാണ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സീ ബ്രീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ലാൻഡ് ബ്രീസ്. ആ ലാൻഡ് ബ്രീസിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നൈറ്റ് ടൈമിൽ നമുക്കറിയാം കടൽ ചൂട് പിടിച്ചിരിക്കുന്ന എയർ മോളിക്യൂൾസ് പയ്യെ തണുക്കുകയുള്ളൂ. അതിനാൽ തന്നെ കടലിലായിരിക്കും എയർ മോളിക്യൂൾസിന് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അതിനാൽ തന്നെ ഇവ ലൈറ്ററായി മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. ആ റെഡ് ആരോ മാർക്ക് വാം എയർ എന്ന് കൊടുത്തിരിക്കുന്നത്. ദെൻ ഈ ഭാഗത്തേക്ക് കരയിൽ നിന്നുള്ള തണുത്ത മോളിക്യൂൾസ് എയർ മോളിക്യൂൾസ് വീശുന്നു. അപ്പോൾ കരഭാഗത്ത് നിന്നും ലാൻഡ് ഏരിയയിൽ നിന്നും സീ ഏരിയയിലേക്ക് വീശുന്ന ഈ ബ്രീസ് കാറ്റിനെയാണ് ലാൻഡ് ബ്രീസ്, കരക്കാറ്റ് എന്ന് പറയുന്നത്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാം. വൈ ഡു വി വിയർ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് ഇൻ സമ്മർ? നമ്മൾ സമ്മർ സീസണിൽ, ചൂട് കൂടിയ സീസണിൽ, വേനൽക്കാലത്ത് എന്തുകൊണ്ടാണ് ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത്? ദ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് റിഫ്ലക്ട്സ് ദ ഹീറ്റ് ബാക്ക് ഇൻ ടു ദ എൻവയോൺമെന്റ് ആൻഡ് കീപ്പ് us കൂൾ ഡ്യൂറിംഗ് ദ സമ്മർ ടൈം. സമ്മർ ടൈമിൽ നമുക്കറിയാം വളരെ ചൂടായിരിക്കും. അപ്പോൾ സൂര്യനിൽ നിന്നും വരുന്ന റേസിനെ ആക്സെപ്റ്റ് ചെയ്യാതെ ലൈറ്റ് കളേർഡ് എല്ലാം എന്ത് ചെയ്തു കളയുന്നു? റിഫ്ലക്റ്റ് ചെയ്ത് കളയുന്നു. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അധികം ചൂടായിരിക്കും. അതിനാൽ തന്നെ ലൈറ്റ് കളേർഡ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന ഹീറ്റ് കൂടിയ രശ്മികൾ അവ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചയക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കൂളിംഗ് ഫീൽ ചെയ്യുന്നു. കാരണം ആക്സെപ്റ്റ്, അതായത് വരുന്ന റേസ് കംപ്ലീറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വസ്ത്രമാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വളരെയധികം ചൂട് ഫീൽ ചെയ്യും. അതിനാൽ നമ്മൾ ലൈറ്റ് കളേർഡ് ഡ്രസ്സ് ഉപയോഗിക്കുന്നു. ഇവ സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ ശരീരത്തിൽ കയറാതെ റിഫ്ലക്റ്റ് ചെയ്യുന്നു.
വൈ ഡു വിയർ ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് ഇൻ വിന്റേഴ്സ്? ഇനി തണുത്ത കാലത്ത്, തണുപ്പുള്ള മഞ്ഞുകാലത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഡാർക്ക് കളേർഡ് ഡ്രസ്സ് യൂസ് ചെയ്യുന്നത്? ദ ഡാർക്ക് കളർ ക്ലോത്ത്സ് അബ്സോർബ്സ് ദ ഹീറ്റ് ഫ്രം ദ എൻവയോൺമെന്റ് ആൻഡ് കീപ് അസ് വാം. ഇനി ഡാർക്ക് കളർ എന്താണ് ചെയ്യുന്നത്? എൻവയോൺമെന്റിൽ ഏതെങ്കിലും ഭാഗത്ത് ഹീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹീറ്റിനെ കംപ്ലീറ്റ് ആയി അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഡാർക്ക് കളർ ആയിട്ടുള്ളത് എൻവയോൺമെന്റിലെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, നമ്മുടെ ബോഡിയെ ഹീറ്റായി വാമായി നിലനിർത്തുന്നു വിന്റർ സീസണിൽ. അതുകൊണ്ടാണ് നാം വിന്റർ സീസണിൽ ഡാർക്ക് കളേർഡ് ഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. ഹൗ ഡു വുളൻ ക്ലോത്ത്സ് കീപ്പ് അസ് വാം? ഇനി നമ്മൾ ഈ കോട്ട് അല്ലെങ്കിൽ സ്വെറ്റേഴ്സ് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അവ എങ്ങനെയാണ് നമ്മളെ ചൂടാക്കി നിലനിർത്തുന്നത്? ദ വൂളൻ ക്ലോത്ത്സ് ആർ എ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഈ വൂളൻ ക്ലോത്ത്സ് എന്ന് പറയുന്നത് ഹീറ്റിന്റെ ഒരു ബാഡ് കണ്ടക്ടറാണ്, ഹീറ്റിനെ കടത്തി വിടുകയേ ഇല്ല. ദെയർഫോർ ദേ ഡു നോട്ട് അലൗ ദ ഹീറ്റ് ഫ്രം ദ ബോഡി ടു മൂവ് ഔട്ട് ഇൻ ദ എൻവയോൺമെന്റ്. അതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു നിശ്ചിത ടെമ്പറേച്ചർ ചൂടുണ്ടാകും, ആ ചൂടിനെ ഇവ പുറത്തേക്ക് വിടുന്നില്ല. അതിനാൽ തന്നെ തണുപ്പ് കാലത്ത് നമ്മുടെ ബോഡിയെ ചൂടാക്കി നിലനിർത്താൻ ഈ വൂളൻ ക്ലോത്ത്സ് നമ്മളെ സഹായിക്കുന്നു. As a result, the air present between the woolen clothes and our body becomes hot and this makes us feel warm. അപ്പോൾ തണുപ്പ് കാലത്ത് നമുക്കറിയാം ചൂട് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ചൂടിനെ ഈ വൂളൻ ക്ലോത്ത്സ് പുറത്തേക്ക് വിടുന്നില്ല. അതിനാൽ തന്നെ നമ്മുടെ ബോഡി എപ്പോഴും വാമായി നിലനിൽക്കുന്നു. Similarly, two thin blankets provide more heat than one thick blanket because air can be trapped between the two thin blankets. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഒരു തിക്ക് ബ്ലാങ്കറ്റിനേക്കാൾ ഉപയോഗപ്രദവും ഗുണവും ചെയ്യുന്നതാണ് രണ്ട് കട്ടി കുറഞ്ഞ അല്ലെങ്കിൽ തിൻ ബ്ലാങ്കറ്റ്സ്. കാരണം ഈ ടു തിൻ ബ്ലാങ്കറ്റ്സിന്റെ ഇടയിൽ എയർ ട്രാപ്പ് ചെയ്യപ്പെടുന്നു. നമ്മളെ കൂടുതൽ ചൂടാക്കാൻ, വാമാക്കാൻ ഇത്തരത്തിലുള്ള ടു തിൻ ബ്ലാങ്കറ്റ്സ് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 കാണുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞത്? ആദ്യം എന്താണ് ഹോട്ട്, എന്താണ് കോൾഡ്, എന്താണ് ടെമ്പറേച്ചർ എന്നെല്ലാം പറഞ്ഞു. ദെൻ തെർമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, വിവിധ തരത്തിലുള്ള തെർമോമീറ്റേഴ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ട്രാൻസിഷൻ ഓഫ് ഹീറ്റ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ആദ്യമായി പറഞ്ഞത് സോളിഡിലെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടക്ഷൻ. ദെൻ ലിക്വിഡ്, ഗ്യാസസ് എന്നിവയിലെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കൺവെക്ഷൻ എന്നറിയപ്പെടുന്നത്. ദെൻ വേവ്സിന്റെ ഫോമിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ് റേഡിയേഷൻ. എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. അടുത്തത് പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. വളരെയധികം റിപ്പീറ്റ് ചെയ്ത് കേട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് യു.